ഇത് ഞങ്ങളുടെ സൈഫൺ യൂസ് ചെയ്യാത്ത അക്വാപോണിക്സ് ആണ് കേട്ടോ. അതായത് സൈഫണിങ് സിസ്റ്റത്തിന് പകരം ഞങ്ങളിവിടെ ടൈമറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടൈമർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിപ്പോൾ ഇത്രയും ഗ്രോ ബെഡ് നിറയാനായിട്ട് നമുക്ക് 10 മിനിറ്റാണ് ടൈം വേണ്ടത്. അപ്പോൾ ആ 10 മിനിറ്റ് നമ്മൾ ഓൺ ടൈമും 20 മിനിറ്റ് വേണം ഇത് കംപ്ലീറ്റ് ഡ്രെയിനായി പോകാനായിട്ട്. അപ്പോൾ 20 മിനിറ്റ് നമ്മൾ ഓഫ് ടൈമുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ റീസൺ ഈ സൈഫണിങ്ങിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് മിക്ക അക്വാപോണിക്സുകളും ഇത് പരാജയപ്പെട്ടു പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ടൈമർ സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് അത് പിന്നെ ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. രണ്ടാമത്തെ പ്രോബ്ലം, നമുക്ക് ഈ മെറ്റലിൻ്റെ ഇടയിൽ അതിൻ്റെ സ്ലറി വന്ന് അടിഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടേൺ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ അമോണിയ ഫോം ചെയ്തിട്ട് അത് കുളത്തിലോട്ട് പോകുമ്പോൾ ആണ് അടുത്ത പ്രശ്നം. അപ്പോൾ അത് നമുക്ക് പൂർണ്ണമായിട്ടും ഇത് ചെയ്യാനായിട്ട് പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്നാലും നമുക്ക് കുറച്ച് എങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് നമ്മളിവിടെ ഈ പമ്പ്, അക്വാപോണിക്സിലോട്ടുള്ള പമ്പ് മുകൾ ഭാഗത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലറി മാക്സിമം നമ്മൾ ഒഴിവാക്കിയിട്ടാണ് കയറ്റുന്നത് ഈ അക്വാപോണിക്സ് സിസ്റ്റത്തിൽ.